ഹായ് ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇട്ടത്. ഇതൊരു പ്ലാവിൽ നിൽക്കുന്ന ചക്കയാണ്. അപ്പോൾ ഈ പ്ലാവിൽ നിൽക്കുന്ന ചക്കകൾ ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ പ്ലാവ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ. തൊട്ടടുത്ത പറമ്പിലുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചക്ക ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ആദ്യം എനിക്കിത് കണ്ടപ്പോൾ ഒരു അറപ്പൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മളിപ്പോൾ ദേ മൂന്നാമത്തെ സീസണാണ് ഇത് ഇങ്ങനെയുള്ള ചക്കകൾ ഉണ്ടാവുന്നത്. ഇതിലുണ്ടാവുന്ന ചക്കകൾ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മുകളിലേക്കൊക്കെ ചക്ക നിൽക്കുന്നുണ്ട് വലിപ്പമായത്. പക്ഷേ എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. കാണിച്ചു തന്നാൽ നമുക്ക് ക്ലിയർ ആവില്ല ക്യാമറയിൽ. അപ്പോൾ ഇതിപ്പോൾ ദേ കുഞ്ഞായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വിള്ളലൊന്നും ഉണ്ടാവില്ല. ഇത് വലിപ്പം വെച്ച് വരും തോറും വിള്ളലുകൾ കൂടി, അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള ചുളയാണ് കേട്ടോ ഇങ്ങനെ ഒരു പച്ച കളറിൽ കാണുക. ഉള്ളിലെ ചുള നമ്മൾ നോർമലി ചക്കയിൽ ഉണ്ടാകുന്ന മഞ്ഞ കളറിലുള്ള ചുള പോലെ തന്നെയാണ്. നല്ല നൈസായിട്ടുള്ളതാണ് കേട്ടോ. നല്ല കനം കുറഞ്ഞ ചക്കയാണ്. നമുക്കിത് വറക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് മൂത്തിട്ടില്ല കേട്ടോ. മൂത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വെട്ടി കാണിച്ചു തന്നേനെ. അപ്പോൾ ഇതാവണുള്ളൂ, കുഞ്ഞാണ്. അപ്പോൾ ഇത് വളരും തോറും ഇങ്ങനെ വിള്ളൽ കൂടി ചക്കച്ചുള ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നും കാണുമ്പോൾ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ചക്കച്ചുള തിങ്ങിയിട്ടായിരിക്കണം ഇങ്ങനെയെന്ന്. പക്ഷേ ഇതിൽ ഉണ്ടാവുന്ന ചക്കകൾ ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.